ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും വില്ലേജ് വൈബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ നാട്ടിലെ ഓണപ്പരിപാടിയായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് ഞാനൊരു ചേട്ടൻ കുട്ടികളുടെ ഓണപ്പരിപാടിയെല്ലാം നോക്കി നിൽക്കുന്ന ഒരു ചേട്ടനെ കണ്ടു. അപ്പോൾ ചേട്ടൻ്റെ ജീവിതാനുഭവങ്ങളും ചേട്ടൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളും അന്നത്തെ ഓണക്കളികളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ചെറിയ ഇൻ്റർവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത്. എൻ്റെ പേര് ബാബു. 68 വയസ്സ് ആയി. പക്ഷേ അന്നത്തെ കാലം എന്ന് പറയുന്നത് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഞങ്ങൾ നമുക്ക് പരിചയമുള്ള വീടുകളിലൊക്കെ ചേർത്തും കന്നുകാലി അന്ന് എല്ലാ ഒരു 100 വീടുണ്ടെങ്കിൽ 99 വീടുകളിലും അന്നത്തെ കാലത്ത് കന്നുകാലികളുണ്ട്. ഇവിടെയാണ് ഓണത്തെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ എന്താണ്? പണ്ടത്തെ കാല ഓർമ്മകളെന്ന് അന്ന് കൃഷി ഒക്കെ നമ്മൾ അന്ന് വിളവെടുക്കുന്ന സമയമാണ്. കൊയ്ത്തുപാട്ടും ഓണപ്പാട്ടും ഓണാഘോഷങ്ങളും കൊയ്ത് നമ്മൾ കൊണ്ട് വന്ന് അന്നത്തെ കാലം അത് കൊയ്ത് കൊണ്ടുവന്ന് അന്ന് ആ നെല്ലുകൊണ്ടാണ് നമ്മളന്ന് ഓണം ഉണ്ണുന്നതും ഒക്കെ. നാടൻ നെല്ല് കൊണ്ടാണ് ഉണ്ണുന്നത്. ഇപ്പം അങ്ങനെയുള്ള സംവിധാനമൊന്നും ഇല്ല. കൃഷിയൊക്കെ എല്ലാം നശിച്ചു. നമ്മുടെ അറിവിൽ നമ്മുടെ കുട്ടിക്കാലത്ത് അന്ന് നാടൻ കലകളാണ്. വീടുകളിൽ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് സഹോദരങ്ങളും അങ്ങനെയുള്ള നാട്ടുകാരും അയൽക്കാരും നമ്മുടെ സഹോദരങ്ങളായിട്ട് ഒറ്റ ഇതായിട്ട് നമ്മളെല്ലാവരും സഹോദര മനോഭാവത്തോടു കൂടി അന്ന് നാടൻ കളികൾ, അതായത് ശംഖുമുറുകുറ് കളിക്കും, പിന്നെ കബഡി കളിക്കും, പിന്നെ ഓണപ്പാട്ട് പാടി നമ്മൾ ആഘോഷിക്കും, ഊഞ്ഞലാടും. അപ്പോൾ ആ ഓർമ്മകളെല്ലാം ഇന്നും നമ്മൾ കാത്തു സൂക്ഷിക്കുന്നവരാണ് ആൾക്കാരുണ്ട് ഇന്നും. പാട്ട് നാടകഗാനം പാടാം. ഒരു നാടകം ചില്ലുമേടയിലിരുന്ന കല്ലെറിയൽ കല്ലെറിയൽ പാമ്പുകൾക്ക് മാറുണ്ട്, പറവകൾക്കാകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിലിടമില്ല. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്കാകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിലിടമില്ല.